KTU ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വിസി നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഉപഹർജി നൽകും. ഡോക്ടർ സിസ തോമസിന്റെയും ഡോക്ടർ എ ശിവപ്രസാദിന്റെയും നിയമനം റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിക്കും. സർക്കാർ പാനലിൽ നിന്നല്ലാതെ ഗവർണർ വിസിമാരെ നിയമിച്ചത് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിക്ക് വിരുദ്ധമാണെന്നും സർക്കാർ ഹർജിയിൽ വാദിച്ചു. ധനസുമോദ് ചേരുന്നു. ധനസുമോദ് വിവരങ്ങൾ. നേരത്തെ സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ഈ തരത്തില് സർക്കാരിന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു വിധിയായിരുന്നു ഉണ്ടായിരുന്നത്, അതായത് ഉത്തരവായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഉത്തരവിൽ അനുസരിച്ചാണെങ്കിൽ ഈ സർവകലാശാല നിയമം അനുസരിച്ച് തന്നെയാണ് നിയമനം നടത്തേണ്ടത് എന്നാണ്. പക്ഷെ പിന്നീട് ഗവർണർ ഇക്കാര്യം വളച്ചൊടിച്ച് അദ്ദേഹത്തിന് അനുകൂലമായ രീതിയിൽ നിയമനം നടത്തി എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത്. കാരണം വിസിമാരെ നിയമിക്കാനായി പ്രത്യേക നിയമമുണ്ട്, പക്ഷെ താൽക്കാലിക വിസിമാരെ നിയമിക്കാനായി UGC പ്രത്യേക നിഷ്കർഷയില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്നുള്ള വിസിമാരെ ആ പേരുകളാണ് വിസിമാരായി നിയമിക്കേണ്ടത്. പക്ഷെ ഇത്തവണ ഗവർണർ ചെയ്തിരിക്കുന്നത് സംസ്ഥാന സർക്കാർ പ്രത്യേക പാനൽ കൊടുത്തെങ്കിലും ആ പാനലിൽ നിന്നും ആരെയും ഉൾപ്പെടുത്താതെ നിലവിലുള്ള താൽക്കാലിക വിസിമാരെ തുടരാൻ തന്നെ, അവരെ വീണ്ടും നിയമനം നൽകി തുടരാൻ തന്നെയാണ് അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഡോക്ടർ സിസ തോമസിനും ഡോക്ടർ എ ശിവപ്രസാദിനും അനുകൂലമായിട്ടുള്ള ഒരു നിയമനം ഉണ്ടായിരിക്കുന്നത്. ഇത് റദ്ദാക്കണം എന്നുള്ള കാര്യമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിക്ക് വിരുദ്ധമാണെന്ന് സർക്കാർ ഈ നൽകാൻ പോകുന്ന ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഗവർണർ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് മറികടന്ന് എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടി പ്രത്യേക ഉപഹർജി നൽകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്.